പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേഷൻസ് ആണ്. അതിൽ ഒന്നാമത്തേത് അടുത്ത ആഴ്ചയിലെ റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്ത മത്സരങ്ങളെ സംബന്ധിച്ചാണ്. അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡ് ജർമ്മനിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡ് പുലർച്ചെ 12:30 മുതലാണ് നമുക്ക് ലൈവ് കാണാൻ സാധിക്കുക. യൂറോപ്പ് ടൂറിൻ്റെ ഭാഗമായി ഇനി അങ്ങോട്ട് കുറച്ച് റോ എപ്പിസോഡും സ്മാക്ഡൗൺ എപ്പിസോഡും നടക്കുന്നത് കൊണ്ട് തന്നെ സമയവ്യത്യാസം ഉണ്ടായേക്കും. അടുത്ത റോ എപ്പിസോഡിലേക്ക് നിലവിൽ കൺഫേം ചെയ്തിട്ടുള്ള ഏക മത്സരം ദ റിംഗ് ജനറൽ ഗുന്തറും ദ ഫിനോമിനൽ വൺ AJ സ്റ്റൈൽസും തമ്മിലുള്ള ഒരു 1-on-1 മത്സരമാണ്. നമുക്കിന്നത്തെ റോ എപ്പിസോഡിലെ ഒരു കിടിലൻ സെഗ്മെൻ്റായിട്ട് കാണാൻ സാധിച്ചത് ഗുന്തറിൻ്റെ മുഖത്തേക്ക് AJ സ്റ്റൈൽസ് സ്ലാപ്പ് ചെയ്യുന്ന മുഖത്തടിക്കുന്ന ഒരു സെഗ്മെൻ്റ് ആയിരുന്നു. ആദ്യം ഗുന്തർ വന്നിട്ട് പതിവ് പോലെ കാണികളെ കളിയാക്കിക്കൊണ്ടും ജോൺസിനെ കളിയാക്കിക്കൊണ്ടും പ്രൊമോ കട്ട് ചെയ്യുമ്പോൾ അങ്ങോട്ടേക്ക് AJ സ്റ്റൈൽസ് കയറി വരുന്നു. എന്നാൽ AJ സ്റ്റൈൽസിന് ഒരു വാക്ക് പോലും പറയാൻ സമ്മതിക്കാതെ AJ സ്റ്റൈൽസിനെയും ഗുന്തർ കളിയാക്കുന്നുണ്ട്. തുടർന്ന് രോക്ഷാകുലനായ AJ സ്റ്റൈൽസ് ഗുന്തറിൻ്റെ മുഖത്തടിക്കുന്നതും നിനക്ക് ഇതാണ് ഡിസർവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് AJ സ്റ്റൈൽസ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. പിന്നീട് വന്ന ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിലൂടെ ഗുന്തർ വേഴ്സസ് AJ സ്റ്റൈൽസ് തമ്മിലുള്ള മത്സരം അടുത്ത റോ എപ്പിസോഡിലേക്ക് ഒഫീഷ്യലി കൺഫേം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അടുത്ത റോ എപ്പിസോഡിലെ ഇവരുടെ മത്സരം അതിഗംഭീരമാകാൻ സാധ്യതകൾ ഏറെയാണ്. മത്സരത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രിഡിക്ഷൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് നമുക്കിന്നത്തെ റോ എപ്പിസോഡിൽ NXTയിൽ നിന്ന് വന്ന കോളപ്പ് ജിവോൺ എവൻസ് റോ റോസ്റ്ററിലേക്ക് ഒഫീഷ്യലി ജോയിൻ ചെയ്യുന്നതായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് സൈനിങ് സെഗ്മെൻറ്റ് കാണാൻ സാധിച്ചു. കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് NXT കോളപ്സിനെ സംബന്ധിച്ച്. ജിവോൺ എവൻസിനെ സംബന്ധിച്ച് നമ്മൾ കൃത്യമായി പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ NXTയിലെ കരിയർ ഏകദേശം അവസാനിച്ച രീതിയിലായിരുന്നു എന്നുള്ളത്. ഇന്നത്തെ റോ എപ്പിസോഡിൽ ഇന്നത്തെ സ്പെഷ്യൽ എഡിഷനിൽ ജിവോൺ എവൻസിനെ റോ റോസ്റ്ററിലേക്ക് എത്തിച്ചുകൊണ്ട് റോ ഒന്നും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ WWE ആരംഭിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ അപ്ഡേറ്റ് വുമൻസ് വേൾഡ് ചാമ്പ്യനായ സ്റ്റെഫനി വെക്കേറും റഗൽ റോഡ്രിഗസും തമ്മിലുള്ള സ്റ്റോറി അവർ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് കൃത്യമായി പറയുന്ന ഒരു സെഗ്മെൻറ്റ് നമുക്ക് ഇന്ന് റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ചു. കഴിഞ്ഞ ആഴ്ച ട്രിപ്പിൾ ത്രെറ്റ് മത്സരത്തിൽ ടൈറ്റിൽ റിട്ടേൺ ചെയ്തതിനെ സംബന്ധിച്ച് സംസാരിച്ച് വന്ന് സെലിബ്രേറ്റ് ചെയ്ത സ്റ്റെഫനി വെക്കേറിനെ പിറകിലൂടെ വന്ന് പിന്നീട് ഒരു ക്രൂരമായിട്ടുള്ള ഒരു ആക്രമണത്തിലൂടെ കീഴ്പ്പെടുത്തിയ റഗൽ റോഡ്രിഗസ് ഇനി തനിക്കാണ് ആ ഒരു ചാമ്പ്യൻഷിപ്പ് വിജയിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള വലിയൊരു മെസ്സേജും അവരെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. കൂടാതെ സ്റ്റെഫനി വെക്കേറിൻ്റെ കാലിന് നിലവിൽ ഇഞ്ചുറി ഉള്ളതുപോലെയാണ് ഇന്നത്തെ റോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കാലിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളൊക്കെ നടത്തി ചിലപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് വിക്ടറി ചാമ്പ്യൻഷിപ്പ് വിജയിക്കുന്ന രീതിയിലേക്ക് റഗൽ റോഡ്രിഗസിന് ഇനി വരുന്ന ആഴ്ചകളിൽ കൊടുത്തേക്കാം. എന്തായാലും റഗൽ റോഡ്രിഗസിനെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ് റഗൽ റോഡ്രിഗസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള വലിയ സ്റ്റോറി ലൈനുകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നുള്ളത്. അതിന് വലിയൊരു തെളിവ് കൂടി ഇന്നത്തെ റോ എപ്പിസോഡിലെ റഗൽ റോഡ്രിഗസ് സ്റ്റെഫനി വെക്കേർ സെഗ്മെൻറ്റിലൂടെ ലഭിച്ചിട്ടുണ്ട്. നാലാമത്തെ അപ്ഡേറ്റ് ഇന്നത്തെ റോ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിച്ച ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളെ സംബന്ധിച്ചാണ്. സ്ട്രേഞ്ചർ തിങ്സ് എന്ന് പറയുന്ന നെറ്റ്ഫ്ലിക്സ് സീരീസുമായിട്ട് ബന്ധപ്പെടുത്തി നടത്തിയ ഇന്നത്തെ റോ എപ്പിസോഡിനെ സംബന്ധിച്ച് നമ്മൾ ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച ഒരു നിലവാരം റോ എപ്പിസോഡിൽ നിന്ന് ലഭിച്ചില്ല. ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യം ഇന്നത്തെ റോ എപ്പിസോഡിന് ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഹൈപ്പിനനുസരിച്ചുള്ള ഒരു റോ എപ്പിസോഡിൻ്റെ ഒരു അയലത്ത് പോലും എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചില്ല. എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. മത്സരങ്ങളൊക്കെ നല്ല മത്സരങ്ങളായിരുന്നു, മത്സര റിസൾട്ടുകളും നല്ല റിസൾട്ടുകളായിരുന്നു. പക്ഷേ പ്രതീക്ഷിച്ച ആ ഒരു വാവ് ഫാക്ടർ അല്ലെങ്കിൽ അടുത്ത റോ എപ്പിസോഡ് കാണാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റി അങ്ങനെയുള്ള ഒരു ഭാഗം ഇന്നത്തെ റോ എപ്പിസോഡിൽ എവിടെയും കിട്ടിയില്ല. ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ആദ്യത്തെ മത്സരം തന്നെ വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. അതിഗംഭീരമായിട്ടുള്ള മത്സരം തന്നെയായിരുന്നു. റിയ റിപ്ലി, ഇയോ സ്കൈ തുടങ്ങിയവരുടെ ടീം നിലവിലെ ചാമ്പ്യന്മാരായ കബൂക്കി വാരിയേഴ്സിലെ ആസ്ക, കൈറി സെൻ തുടങ്ങിയവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് വിന്നർ ആകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് നടന്ന ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം വുമൻസ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ മാക്സിനെ ഡുപ്രി സൂപ്പർ താരമായ ബെക്കി ലഞ്ചിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. ചീറ്റ് ചെയ്തിട്ട് ബെക്കി ലഞ്ച് ചാമ്പ്യൻഷിപ്പ് വിജയിച്ചു. ആദ്യമായി വുമൻസിൻ്റെ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് 2 തവണ വിജയിക്കുന്ന റെസ്ലറായിട്ട് ബെക്കി ലഞ്ചിന് ചരിത്രം സൃഷ്ടിക്കാനും സാധിച്ചിട്ടുണ്ട്. മാക്സിനെ ഡുപ്രിയുമായിട്ടുള്ള സ്റ്റോറി ബെക്കി ലഞ്ച് ഇനി മുന്നോട്ടേക്ക് കൊണ്ടുപോകുമെന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. ഇനി മെയിൻ ഇവൻറ്റിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് 2 പേരുടെ ഭാഗത്തു നിന്നും കാണാൻ സാധിച്ചു. നല്ല ടൈം ഈ ഒരു മത്സരത്തിന് കിട്ടിയത് കൊണ്ട് തന്നെ കിടിലൻ മൂവ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തതായിട്ട് കാണാൻ സാധിച്ചു. ഇടയ്ക്ക് ബ്രോൺ ബ്രേക്കറിൻ്റെ ആ ഒരു ഹെറിക്കൻ റാണ അതൊന്ന് പാളിപ്പോയി എന്നുണ്ടെങ്കിലും താരം അത് കൃത്യമായിട്ട് പിന്നെയും ചെയ്ത് ആ മത്സരത്തിലേക്ക് തിരികെ വരുന്നതായി കാണാൻ സാധിച്ചു. പതിവ് പോലെ ദ വിഷൻ ഫാക്ഷൻ്റെ ഒരു ഇടപെടൽ. എന്നാൽ ദ വിഷൻ ഫാക്ഷനെ ആക്രമിക്കാൻ വേണ്ടി പെൻഡ, റെയിൻബോ സ്റ്റുഡിയോ, ഡ്രാഗൺ ലീ തുടങ്ങിയവരുടെ വരവും കാണാൻ സാധിച്ചു.
ബ്രോൺ ബ്രേക്കറിനെ ക്ലീനായി തന്നെ CM പങ്ക് പരാജയപ്പെടുത്തുന്നതായിട്ടാണ് അവസാന നിമിഷങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ മറ്റൊരു താരങ്ങളുടെ ഒരു ഇൻ്റർഫിയറൻസ് മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഉണ്ടായില്ല. അതായത് ദ വിഷൻ ടീമും റെയിൻ സ്റ്റുഡിയോ അല്ലാതെ മറ്റൊരു ആളുടെ ഒരു റിട്ടേൺ ഒന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല. കൂടാതെ മത്സരശേഷം CM പങ്കിൻ്റെ അടുത്ത സ്റ്റോറി എന്ത്, അടുത്ത ചലഞ്ചർ എന്ത് എന്നുള്ള രീതിയിലേക്ക് അടുത്ത റോ എപ്പിസോഡ് നമുക്ക് കാണാനുള്ളൊരു ആവേശം നിലനിർത്തുന്ന രീതിയിലുള്ള യാതൊരുവിധ ഭാഗങ്ങളും അവർ കാണിച്ചില്ല. ഒരു നോർമൽ റോ എപ്പിസോഡ് എൻഡ് ചെയ്യുന്ന പോലെയാണ് സ്ട്രേഞ്ചർ തിങ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്ന ഇന്നത്തെ ഒരു സ്പെഷ്യൽ എഡിഷൻ നെറ്റ്ഫ്ലിക്സിലേക്ക് പ്രീമിയർ ചെയ്യപ്പെട്ടതിന് ശേഷം ആദ്യ ആനിവേഴ്സറി ആഘോഷിക്കുന്ന റോ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിച്ചത്. പ്രതീക്ഷയ്ക്കൊത്ത ഒരു നിലവാരം ഇന്നത്തെ റോ എപ്പിസോഡിൽ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് താരങ്ങളുടെ ഒരു റിട്ടേൺ ഈ റോ എപ്പിസോഡിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തേത് ക്രിസ് ജെറിക്കോയുടെ ഒരു റിട്ടേൺ ആയിരുന്നു. വലിയ റൂമേഴ്സ് ഉണ്ടായിരുന്നു ക്രിസ് ജെറിക്കോയുടെ ബ്രേക്ക് ദ വാൾ എന്ന് പറയുന്ന ആ ഒരു വാചകം തന്നെ. ഇന്നലെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഏദം പിയേഴ്സിൻ്റെ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞത് ക്രിസ് ജെറിക്കോയുടെ റിട്ടേണിൻ്റെ സാധ്യതകൾ വലുതാക്കുന്നതായിരുന്നു. പക്ഷേ ക്രിസ് ജെറിക്കോയുടെ ഒരു സൂചന പോലും അവർ നൽകിയില്ല. അപ്പോൾ ക്രിസ് ജെറിക്കോ ഇന്നത്തെ റോ എപ്പിസോഡ് നടന്ന ന്യൂയോർക്ക് സിറ്റിയിൽ ഉണ്ടായിട്ടില്ല എന്നാണ് PW ഇൻസൈഡർ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഫൈറ്റ്ഫുൾ സെലക്റ്റും ഇതേ റിപ്പോർട്ട് പങ്കുവെക്കുന്നുണ്ട്. നിലവിലെ റോ എപ്പിസോഡിനെ സംബന്ധിച്ച് നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു അപ്ഡേറ്റിൽ ക്രിസ് ജെറിക്കോയെ കൊണ്ടുവരാൻ ക്രിയേറ്റീവ് ടീമിന് യാതൊരുവിധ പദ്ധതിയും ഉണ്ടായിട്ടില്ല എന്നാണ്. അപ്പോൾ ക്രിസ് ജെറിക്കോയെ ഇന്നത്തെ റോ എപ്പിസോഡിലേക്ക് WWE പ്ലാൻ ചെയ്തിട്ടേ ഇല്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു അപ്ഡേറ്റ്. മറ്റൊരു റെസ്ലറുടെ റിട്ടേൺ നമ്മൾ പ്രതീക്ഷിച്ചത് സെത്ത് റോളിൻസിൻ്റെ റിട്ടേൺ ആണ്. സെത്ത് റോളിൻസ് ഇന്നത്തെ റോ എപ്പിസോഡിൻ്റെ ബാക്ക് സ്റ്റേജിൽ ഉണ്ടായിട്ടുണ്ട്. PW ഇൻസൈഡർ റോ എപ്പിസോഡ് ആരംഭിക്കുന്നതിന് മുൻപേ ഈ ഒരു ന്യൂസ് ബ്രേക്ക് ചെയ്തതാണ്. പക്ഷേ സെത്ത് റോളിൻസിനെ ഓൺ സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിച്ചില്ല. അതിനർത്ഥം സെത്ത് റോളിൻസിൻ്റെ ഇഞ്ചുറി പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല എന്നുള്ളതാണ്. പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല അല്ലെങ്കിൽ ഇഞ്ചുറി അടുത്ത് തന്നെ മാറും എന്നുള്ളൊരു സൂചന ഉണ്ടെങ്കിൽ അവർ സെത്തിൻ്റെ ഒരു അപ്പിയറൻസ് നടത്താൻ ശ്രമിക്കുമായിരുന്നു. പക്ഷേ ഇഞ്ചുറി മാറാൻ ഇനിയും കുറച്ചും കൂടി സമയം എടുത്തേക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ സെത്തിനെ ഓൺ സ്ക്രീനിൽ കാണിച്ചില്ല. പക്ഷേ അദ്ദേഹം ബാക്ക് സ്റ്റേജിൽ ആക്റ്റീവ് ആയിരുന്നു എന്നാണ് PW ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി മറ്റൊരു താരത്തിൻ്റെ റിട്ടേൺ നമ്മൾ പ്രതീക്ഷിച്ചത് റോമൻ റീൻസിനെയാണ്. റോമൻ റീൻസ് ഇന്നത്തെ റോ എപ്പിസോഡിലോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന റോ എപ്പിസോഡിലോ അപ്പിയറൻസ് നടത്തുന്നതായിട്ട് ഇനിയൊരു വാർത്തകളും പുറത്തേക്ക് വരുന്നില്ല. ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് ഇന്നത്തെ റോ എപ്പിസോഡ് ാണ്. പക്ഷേ റോമൻ റീൻസിനെയും നിലവിൽ തിരികെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ക്രിയേറ്റീവ് ടീം എടുത്തിട്ടുള്ള ഒരു തീരുമാനം. ഇനി റോയൽ റംബിളിൽ മാത്രമാണ് റോമൻ റീൻസിൻ്റെ ഒരു അപ്പിയറൻസിന് സാധ്യത. അത് സർപ്രൈസ് ആയിട്ട് ഏതെങ്കിലും ഒരു നമ്പറിൽ ബെൻസ് റോയൽ റംബിളിൽ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിനെ സംബന്ധിച്ച് പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ്സ്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.